അല്പസമയം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദുബായ് മാർത്തോമ യുവജന സെക്ടറിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങളോട് അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഓരോ യുവജനത്തെയും പ്രാപ്തരാക്കുക എന്ന ആശയത്തോടുകൂടി രൂപം കൊണ്ട മാർത്തോമ യുവജന സെക്ടറിന്റെ ദുബായ് ശാഖ അതിന്റെ കർമ്മമണ്ഡലത്തിൽ 50-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചു. നാളിതുവരെ അനേകം പ്രവർത്തനങ്ങൾക്കും സേവനങ്ങൾക്കും നേതൃത്വം നൽകുവാനും അതിന്റെ ഭാഗവാക്കാക്കുവാനും ദുബായ് മാർത്തോമ യുവജന സെക്ടറിന് സാധിച്ചു എന്നത് ഏറെ അഭിമാനമാണ്. പ്രദീക്ഷ CDC പ്രൊജക്ട്, എഡ്യൂക്കേഷൻ എയ്ഡ്, പ്രോമിസറി ഫണ്ട്, സെമിനാരി സപ്പോർട്ട്, ഔട്ട്റീച്ച് മിനിസ്ട്രീസിന്റെ ഭാഗമായി നടത്തിവരുന്ന ക്രിസ്മസ് ഓണം കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിഞ്ഞ വർഷവും യുവജന സെക്ടറിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. കോവിഡിന്റെ പരിമിതികളും പ്രയാസങ്ങളും ഏറെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സഹകരണങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് നൽകിയ പങ്ക് ചെറുതല്ല. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദുബായ് മാർത്തോമ യുവജന സെക്ടറിന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പം നമ്മുടെ ഇടവകയിലെ എല്ലാ യുവാക്കളെയും ദുബായ് മാർത്തോമ യുവജന സെക്ടറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. അല്പസമയത്ത് നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് ഏവൻഗേലിയനായി വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17 മുതൽ 22 വരെയുള്ള വാക്യം. അതിന്റെ 17-ാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്നു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. തലമായി പ്രാർത്ഥിക്കാം. സർവസ്നായ ദൈവമായ അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പച്ച, അല്പസമയം നിന്റെ സന്നദ്ധിയിൽ നിന്റെ വചനവുമായി നിൽക്കുന്നു. നീ ബലപ്പെടുത്തണമേ. അടിയന്റെ വായിലെ വാക്കുകളും നിന്റെ മക്കളുടെ ഓരോരുത്തരെയും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് മാത്രം പ്രസാദപ്രദാനം നിൽക്കണമേ. ആമേൻ. ഇന്ന് യുവജന വാർത്തകൾ അനുവദിച്ച് ആരാധന മധ്യേ പ്രസംഗിക്കണമെന്ന് സഖ്യം സെക്രട്ടറി അജേഷ് എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി, സഹോദര, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, ഇതുവരെ ഒരു വേദിയിൽ പോലും ഞാൻ പ്രസംഗിച്ചിട്ടില്ല, അതുകൊണ്ട് ദയവായി എന്നെ ഒഴിവാക്കി തരണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്കായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സിന് ഒരു ഭാരം അലട്ടിക്കൊണ്ടേയിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച ദൈവവചനം, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ് എന്നാണ്. എൻ്റെ ബൈബിളിൽ ആ ഒരു പേജിൽ അത്രയും മാത്രമേ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബലഹീനനും ഒരു യോഗ്യത ഇല്ലാത്തവരുമായി ഞാൻ ഇന്ന് ദുബായ് മാർത്തോമ പള്ളിയിൽ ആരാധന മധ്യേ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് അതിനുള്ള ധൈര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ ദൈവത്തിന്റെ കൈ അനുകൂലമായി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അർഹതയില്ലാത്ത ജീവിത സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹവും ദൈവവിശ്വാസവുമുള്ള മാതാപിതാക്കളെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മോശമല്ലാത്ത വിദ്യാഭ്യാസവും ജോലിയും ജീവിത സാഹചര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും ഊനമില്ലാത്ത തലമുറയും നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊക്കെ ഈ ഒറ്റ കാരണമേ ഉള്ളൂ, നിന്റെ ദൈവത്തിന്റെ കൈ അനുകൂലമായി നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഏവൻഗേലിയനായി വായിച്ചു കേട്ട ഭാഗം നമുക്ക് എല്ലാവർക്കും ഏറെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഒരുവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് കർത്താവിന് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ വ്യക്തിയുമായുള്ള സംഭാഷണങ്ങളാണ് മുന്നോട്ട് നമ്മൾ വായിച്ചു കേട്ടത്. സമഭീക്ഷണ സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളിൽ ഈ ഒരു സംഭവം സുവിശേഷത്തിൽ തങ്ങളുടേതായ രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 സുവിശേഷങ്ങളിലെ ഈ ഒരു ഭാഗം ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഈ വ്യക്തിയെ കുറച്ചുകൂടെ കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ഇദ്ദേഹം ഒരു യുവാവാണെന്നും, മർക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗത്തിൽ ഇദ്ദേഹം ഒരു ധനവാനായിരുന്നെന്നും, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇദ്ദേഹം ഒരു പ്രമാണിയായിരുന്നു എന്നും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇത് 3 കൂട്ടി യോജിപ്പിച്ച് വായിക്കുമ്പോൾ വളരെ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: എ റിച്ച് യങ് റൂളർ, ധനികനായ അധികാരങ്ങൾ കയ്യിലുള്ള ഒരു യുവാവ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നിത്യജീവനെ പറ്റി ചോദിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ ആധാരമാക്കി സഭയായി യുവജന വാർത്തകൾ അനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യൂത്ത് ഇൻ സെർച്ച് ഫോർ എ മീനിങ്ഫുൾ ലൈഫ് എന്നതാണ്. യൗവനം, അർത്ഥവത്തായ ജീവിതത്തിനുള്ള അന്വേഷണം. ഈ ചിന്തയെ ആധാരമാക്കി നിങ്ങളുമായി 1-2 ചിന്തകൾ പങ്കുവെക്കാനാണ് ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒന്നാമത്തെ ചിന്ത, ഇൻ സെർച്ച് ഫോർ എ മീനിങ്ഫുൾ ജേർണി, അർത്ഥവത്തായ യാത്രകൾക്കായുള്ള അന്വേഷണം. വാട്ട് ത്രിൽസ് അവർ ജേർണി? നമ്മളുടെ യാത്രകളെ ആവേശഭരിതമാക്കുന്നത് എന്താണ്? നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്.
ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളുമായി, കുടുംബവുമായി, കൂട്ടുകാരുമായി യാത്ര ചെയ്യാറുണ്ട്, ഓഫീഷ്യൽ യാത്രകൾക്ക് നമ്മൾ പോകാറുണ്ട്. എന്നാൽ ഈ കോവിഡിന്റെ സാഹചര്യമൊക്കെ നമുക്ക് യാത്രകൾ കൂടുതൽ, നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് കോവിഡിന്റെ ലോക്ക്ഡൌണും ക്വാറന്റൈനും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളോട് ചോദ്യം, വാട്ട് ത്രിൽസ് അവർ ജേർണി? നമ്മളുടെ യാത്രകളെ ആവേശഭരിതമാക്കേണ്ടത് എന്താണ്? മർക്കോസിന്റെ സുവിശേഷം ഒരു ജേർണി നറേറ്റീവാണ്. യേശു കർത്താവിന്റെ യാത്രകൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉടനീളം വിവരിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ 8-ാം അധ്യായം വരെ യേശു കർത്താവിന്റെ ഗലീലയിലുള്ള യാത്രകൾ, 9-10 അധ്യായങ്ങൾ യേശു കർത്താവിന്റെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് പുറപ്പെടുന്ന യാത്രകൾ, 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ യേശു കർത്താവിന്റെ യെരുശലേമിലുള്ള യാത്രകളുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ യെരുശലേമിലേക്കുള്ള യേശു കർത്താവിന്റെ യാത്രയെ ക്രൂസിലേക്കുള്ള യാത്ര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ മരണത്തിലേക്കുള്ള യാത്ര. മരണത്തിലേക്ക് യേശു കർത്താവ് യാത്ര പുറപ്പെടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരുവൻ വന്ന നിത്യജീവനെ പറ്റി യേശു കർത്താവിനോട് ചോദിക്കുകയാണ്. ഇത് ഈ ഭാഗത്തിന്റെ വലിയ പ്രത്യേകതയാണ്. മരണത്തിലൂടെയുള്ള ജീവൻ, മരണത്തിലൂടെയുള്ള നിത്യജീവൻ മർക്കോസ് അവിടെ നമുക്ക് വരച്ചു കാട്ടി തരുവാൻ ശ്രമിക്കുകയാണ്. യേശു കർത്താവിന്റെ യാത്രകൾ എങ്ങനെയുള്ള യാത്രകളായിരുന്നു? യേശു കർത്താവിന്റെ യാത്രകൾ ആളുകളുമായുള്ള എൻഗേജ്മെന്റ്സ് ആയിരുന്നു. പലപ്പോഴും പല ആളുകളുമായുള്ള എൻഗേജ്മെന്റ്സ് ആയിരുന്നു നമ്മുടെ യേശു കർത്താവിന്റെ യാത്രകൾ. വെറുതെ വഴിയിൽ കൂടെ സഞ്ചരിച്ചു പോവുകയായിരുന്നില്ല നമ്മുടെ യേശു കർത്താവ് ചെയ്തിരുന്നത്. മനുഷ്യ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് സദ്വർത്തമാനം നൽകുന്ന വാർത്തകളായിരുന്നു യേശു കർത്താവിന്റെ യാത്രകൾ. ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന യാത്രകൾക്ക് ഹൃദയങ്ങളുടെ പരിവർത്തനം സാധ്യമാക്കി തീർക്കുവാൻ സാധിക്കും. യേശു കർത്താവിന്റെ യാത്രകൾ ശാരീരിക സൗഖ്യങ്ങൾ നൽകുന്ന യാത്രകളായിരുന്നു. യേശു കർത്താവിന്റെ യാത്രകൾ ആന്തരിക സൗഖ്യം നൽകുന്ന യാത്രകളായിരുന്നു, ആത്മീക സൗഖ്യം നൽകുന്ന യാത്രകളായിരുന്നു. പ്രിയരെ, നമ്മുടെയൊക്കെ യാത്രകളിൽ നമ്മൾ നമ്മുടെ സ്വന്തം സന്തോഷം മാത്രം അല്ലേ ലക്ഷ്യമിടുന്നത്? നമ്മുടെ യാത്രകൾ കേവലം സെൽഫ് എൻജോയ്മെന്റുകളായി മാത്രം മാറാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ഒരു പ്രയോജനമായി തീരുവാൻ ശ്രമിക്കുന്ന യാത്രകളാകുമ്പോഴാണ് നമ്മുടെ യാത്രകൾ അർത്ഥവത്തായ യാത്രകളായി മാറുന്നത്. നമ്മുടെ യാത്രകൾ നമ്മൾ യേശു കർത്താവിനോടൊപ്പം, യേശു കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കുമ്പോഴാണ് നിത്യജീവന്റെ അനുഭവം നമുക്ക് സാധ്യമായി തീരുന്നത്. മറ്റുള്ളവർക്ക് ആശ്വാസമായുള്ള അർത്ഥവത്തായ യാത്രകളിലൂടെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നമുക്ക് നടന്നു കയറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ രണ്ടാമത്തെ ചിന്ത, ഇൻ സെർച്ച് ഫോർ എ മീനിങ്ഫുൾ വർഷിപ്പ്, അർത്ഥവത്തായ ആരാധനയ്ക്കായുള്ള അന്വേഷണം. നമ്മുടെ ഭൂരിഭാഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരുവൻ കർത്താവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നല്ല ഗുരു എന്ന് കർത്താവിനെ സംബോധന ചെയ്യും. മുട്ടുകുത്തുക എന്നത് വർഷിപ്പിന്റെ ഒരു പോസ്റ്ററായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. അപ്പോൾ യേശു കർത്താവിന്റെ സന്നിധിയിൽ ഈ വ്യക്തി ആരാധനയുടെ പ്രതീകമായി വന്ന് മുട്ടുകുത്തുകയാണ്. മുട്ടുകുത്തിയതിനു ശേഷം കർത്താവിനെ അദ്ദേഹം സംബോധന ചെയ്തത് നല്ല ഗുരു എന്നാണ്. യഹൂദ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ നല്ല ഗുരു എന്നൊരു പ്രയോഗം അവരങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല. ഗുരു അല്ലെങ്കിൽ റബി, ഈ ടേമിൽ തന്നെ അവരുടെ എല്ലാ റിസ്റ്റുകളും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം യേശു കർത്താവിനെ നല്ല ഗുരു എന്ന് വിളിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ യേശു കർത്താവിന്റെ അടുത്ത് വന്ന് യേശു കർത്താവിൽ നിന്ന് പ്രീതിപ്പെടുത്തി യേശു കർത്താവിൽ നിന്ന് സോപ്പിട്ട് ഒന്ന് നിത്യജീവൻ അവകാശമാക്കി കിട്ടുവാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത്. നമ്മളുടെ ആരാധനകൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആരാധനകളായി മാറുന്നില്ല. നമ്മൾ പള്ളിയിൽ വരുന്നു, ആരാധനയിൽ സംബന്ധിക്കുന്നു, കൈവയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാന കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ ആരാധനകൾ പലപ്പോഴും വെറും ആക്ഷൻസും പ്രതീകങ്ങളും പോസ്റ്റേഴ്സുമായി മാറുന്നില്ല. നമ്മളുടെ ആരാധനകൾ അർത്ഥവത്തായി തീരേണ്ടത് ആവശ്യമില്ല. എങ്ങനെയാണ് ആരാധനകൾ അർത്ഥവത്തായി തീരുന്നത്? ഈ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം നമ്മൾ ഇപ്പോൾ ചിന്തിച്ചു. യേശു കർത്താവിന്റെ ആളുകളുമായുള്ള എൻഗേജ്മെന്റ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭാഗം ഉൾക്കൊള്ളുന്ന 9-10 അധ്യായങ്ങൾ പേഴ്സണൽ എൻഗേജ്മെന്റ്സ് ആണ്. വ്യക്തികളുമായുള്ള യേശു കർത്താവിന്റെ എൻഗേജ്മെന്റ്സ് ആണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അനേകം വ്യക്തികളുമായുള്ള യേശു കർത്താവിന്റെ ഇടപെടലുകൾ ഈ അധ്യായങ്ങളിൽ നമുക്ക് വായിച്ചറിയാൻ സാധിക്കും. യേശു കർത്താവുമായുള്ള വ്യക്തിപരമായ ഇടപെടലിന് ശേഷം ഈ വ്യക്തികൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സംഭവിച്ച മാറ്റങ്ങളും അവരുടെ ജീവിതങ്ങളിൽ ലഭിച്ച അനുഗ്രഹങ്ങളും നമുക്കിവിടെ വായിച്ചെടുക്കുവാനായിട്ട് മർക്കോസിന്റെ സുവിശേഷം നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനകൾ യേശു കർത്താവുമായുള്ള വ്യക്തിപരമായ ഇടപെടലുകളാകുമ്പോഴാണ് അത് അർത്ഥവത്തായ ആരാധനകളായി മാറുന്നത്. നമ്മുടെ ആരാധനകൾ യേശു കർത്താവുമായുള്ള ആശയ സംവേദനങ്ങൾ നടത്തപ്പെടുമ്പോഴാണ് നമ്മുടെ ആരാധനകൾ ആവേശഭരിതമാകുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ഒരുപക്ഷെ യുവാവിനെ പോലെയായിരുന്നു എൻ്റെ ആരാധന. ഞാനൊരു പള്ളിയിൽ ചടങ്ങ് പോലെ വരും, ആരാധനയെ സംബന്ധിക്കും, വേറെ ഏതോ ലോകത്തെന്തൊക്കെയോ ചിന്തിച്ചിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന ഒരു ആരാധനയിൽ ദുബായ് മാർക്കോ പള്ളിയിൽ ഞാൻ ഒരു വ്യക്തിയെ കണ്ടു. ഒരു അങ്കിൾ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കുകയാണ്. അച്ഛനോട് ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം പ്രതിവാക്കം പറയുന്നത് കണ്ടിന്യൂസ് ആയി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. ആരാധന കഴിയുന്നവരെ ഞാൻ ആ വ്യക്തിയെ ശ്രദ്ധിച്ചു. കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഇടയിൽ നമ്മുടെ ആരാധനയിൽ അർത്ഥവത്തായ ആരാധനകളുണ്ട്. നമ്മുടെ ആരാധനയിലെ തന്നെ യേശു കർത്താവുമായുള്ള വ്യക്തിപരമായ ഇടപെടലുകളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനകളും അർത്ഥവത്തായ ആരാധനകളായി മാറേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ്.
അർത്ഥവത്തായ ആരാധനകൾ നമ്മളെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നയിക്കും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ശ്രമിച്ചത്. യേശു കർത്താവുമായി ചേർന്നുള്ള, യേശു കർത്താവിനൊപ്പമുള്ള അർത്ഥവത്തായ യാത്രകളിലൂടെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ നയിക്കേണ്ടതുണ്ട്. യേശു കർത്താവുമായുള്ള വ്യക്തിപരമായ ഇടപെടലുകളിലൂടെ, അർത്ഥവത്തായ ആരാധനയിലൂടെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മളെ തന്നെ നയിക്കേണ്ടതുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സർവ്വസ്നായ പിതാവേ, ഈ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയ്ക്കായി സ്തോത്രം അപ്പച്ചാ. തന്നുള്ള വചനത്തിനായി സ്തോത്രം യേശുവേ. അർത്ഥവത്തായ യാത്രകളിലൂടെ, അർത്ഥവത്തായ ആരാധനകളിലൂടെ അർത്ഥവത്തായ ജീവിതത്തിലേക്ക് ഞങ്ങളെ തന്നെ നയിക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. തുടർന്നുള്ള ആരാധനയിൽ നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.